നമ്മളിപ്പോൾ ആനമങ്ങാടാണുള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇത് ചേട്ടൻ്റെ വീടാണോ? ആണ്. കഥകളി ക്ലബിലുണ്ടോ? ആ, കഥകളി ക്ലബിന്റെ. ചേച്ചിക്ക് ഇഷ്ടം കഥകളി ഉണ്ടോ? ഞാൻ പാലിയേറ്റീവ് പ്രവർത്തനം. പാലിയേറ്റീവ്. എന്താ പേര്? രാധ. ഓക്കെ. അപ്പൊ നമ്മുടെ ക്യാമ്പയിന്റെ പേര് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നാണ്. ചേച്ചി ഒന്ന് പറഞ്ഞേ. ലഹരിയും വേണ്ട ലഹളയും വേണ്ട. ഓക്കെ. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഇന്ന് ആവശ്യപ്പെടുന്ന വർത്തമാനകാലം ആവശ്യപ്പെടുന്ന ഒരു സ്ലോഗനാണ്. വളരെ നല്ലൊരു പ്രവർത്തനം. അതിനോട് ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു. ലഹരിയും വേണ്ട ലഹളയും വേണ്ട വർഗീയതയും വേണ്ട. വർഗീയതയും വേണ്ട. ഓക്കെ. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ആശ്വാസിന്റെ അല്ലേ? ഓക്കെ. അപ്പൊ നടക്കട്ടെ. ഒരുപാട് നല്ല മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. രാവിലെ മുതൽ നിങ്ങളെ ഈ ഗ്രാമത്തിന്റെ സദ്വാർത്തകളാണല്ലോ പറയുന്നത്. ഇതെല്ലാം ഈ ഗ്രാമത്തിലെ ആളുകൾ വന്ന് നട്ടു നനച്ചുണ്ടാക്കുന്നതാണ്. ഞാൻ പരിപാലിക്കുന്നത്. ചെറിയ പൂന്തോട്ടം ഉണ്ടല്ലോ വീടിന് മുന്നിൽ. വീടിന്റെ മുന്നിലാണ്. നാട്ടുകാരാണ് ഇതിന്റെ. ആണ്, തീർച്ചയായിട്ടും. എല്ലാവരും ചോദിക്കുന്നു ആളുകൾ നശിപ്പിക്കില്ലേ, പക്ഷെ അവര് സംരക്ഷിക്കാനാണ്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇത്തരം പൂക്കളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ബട്ടർഫ്ലൈസിന് കൊടുക്കൂല, നാട്ടുകാർ പറിച്ചോളൂ. നന്മ തന്നെയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വീടിന്റെ മുറ്റത്തുള്ള ചെറിയ പൂന്തോട്ടങ്ങൾ അത് നാട്ടുകാർ നട്ടുണ്ടാക്കിയ പൂന്തോട്ടമാണ്. നന്മയുള്ള നാടുകളിൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടാവും അല്ലേ? നമ്മളൊക്കെ നാട്ടിൽ എന്താ വിചാരിക്കുക, പൂവ് ആദ്യം എവിടെയെങ്കിലും നല്ലൊരു പൂ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ഇറുത്ത് തലയിൽ വെക്കണം എന്നാലോചിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. പക്ഷേ പൂവിനെ അതിൻ്റെ അതേ സ്ഥലത്ത് തന്നെ നിലനിർത്താൻ കഴിയുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സുള്ളവർക്ക് യഥാർത്ഥത്തിൽ മാനവികത എന്നൊക്കെ പറയാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.